ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോഷ്യൽ മീഡിയ നടത്തുന്നവർക്ക് മാസം 7-8 ലക്ഷം രൂപയാണ്, ഒരു വർഷം 80-90 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയണമല്ലോ. മാസം 8 ലക്ഷം രൂപ, 7 ലക്ഷം 8 ലക്ഷം കൊടുത്തുണ്ടാക്കുന്നത് 12 പേരാണ് സോഷ്യൽ മീഡിയ നോക്കുന്നത്. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി, മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കി, മുഖ്യമന്ത്രിയുടെ ട്വിറ്റർ നോക്കി, എക്സ്. അപ്പൊ ഇതിലൊക്കെയാണല്ലോ സാധാരണ സോഷ്യൽ മീഡിയ, ഇതിലൊക്കെ ഞാനും ഉണ്ട്. മുഖ്യമന്ത്രി ഇടുന്ന അത്രയും തന്നെ പോസ്റ്റ് ഞാനും ഇടുന്നുണ്ട്. എന്റെ 1-2 കൂടുതലാണെങ്കിലേ ഉള്ളു. അപ്പൊ എനിക്ക് ഒരു പൈസയും ചെലവില്ല. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, തമാശ പറഞ്ഞല്ല. എനിക്ക് 1 രൂപ ചെലവില്ല, ഒരു പൈസയും ചെലവില്ല. ഞാനും ഇടും, എന്റെ ഫ്രണ്ട്സൊക്കെ ഇടും. മുഖ്യമന്ത്രിക്ക് ഇനി ഫ്രണ്ട്സ് ഇല്ലാഞ്ഞിട്ടാണെന്നറിയില്ല, 12 പേരെ വച്ചിരിക്കുകയാണ്. 12 പേരെ എന്റെ ഫ്രണ്ട്സൊക്കെ ഇടും. എന്നോട് ചോദിച്ചിട്ട് കണ്ടന്റ് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഇട്ടോളാൻ പറയും. അവർ ചിലപ്പോൾ കണ്ടന്റൊക്കെ ഉണ്ടാക്കി തരും. അതിന് കാശൊന്നും കൊടുക്കുന്നില്ല അവർക്ക്. ഇദ്ദേഹം 12 പേരെ വെച്ചിട്ട് ഞാൻ എത്ര സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട് അത്രേ ചെയ്യുന്നുള്ളൂ. ആരുടെ പണമാണിത്? ആരുടെ പണമാണ്? നികുതി പണമല്ലേ? ചെറുതാണോ വലുതാണോ എന്നല്ല, ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് അല്ലേ? ചെലവ് ചുരുക്കലിന്റെ ഒരു മെസ്സേജ്. ആ മെസ്സേജാണോ തലപ്പത്ത് നിന്ന് വരുന്നത്? അല്ല. എന്ത് ഭരണപരിഷ്കാരമാണ് ഇവർ 9 കൊല്ലം നടത്തിയത്? 9 കൊല്ലം ഭരണപരിഷ്കാരത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ MLA ആയി വന്ന കാലത്ത് പറഞ്ഞു, 1920 ഒരു സാഹിബ് ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഇപ്പോഴും. ഞാൻ ടോട്ടൻഹാം എന്ന് പറയുന്ന സാഹിബാണ് ഈ സെക്രട്ടേറിയറ്റിലെ ഗവേണൻസ് ഉണ്ടാക്കി. അന്ന് ഏതാണ്ട് 3000-4000 ഫയലുകൾ, 3000-4000 ഫയലുകൾ. അപ്പോഴാണ് ഈ ഏറ്റവും താഴെയിൽ നിന്ന് സെക്ഷനിൽ നിന്ന് പോയി സെക്ഷൻ ഓഫീസർ കണ്ട് അണ്ടർ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി അല്ലെ, സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി പോയി. അതിന്റെ ഇടയിൽ ഒരു കൊറിയ ഉണ്ടെങ്കിൽ സാധനം തിരിച്ചിങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വരുന്നത്. അതെല്ലാം മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഗവൺമെന്റിന് ഓൾറെഡി ഒരു പോളിസി മാറ്റർ ഉണ്ട്. പോളിസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. ഇതാണ് പോളിസി. അതെന്തിനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാണാൻ പോണത്? അത് താഴെ തീരുമാനിച്ചാൽ പോരെ. താഴെ ആ എന്തിനാ മുകളിലേക്ക് പോണത്? മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ നമ്മുടെ ഇന്നത്തെ എല്ലാം ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിച്ച് ഏറ്റവും മികവുറ്റ ഒരു ഭരണസിരാ കേന്ദ്രത്തെ ഉണ്ടാക്കണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ്, UDF അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള എഫിഷ്യൻസിയുള്ള സെക്രട്ടേറിയറ്റ് ആക്കി ഈ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് നമ്മൾ മാറും. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, രാജ്യം മുഴുവൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള, ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മികച്ച, അത് UDFന്റെ ഒരു വാഗ്ദാനമാണ്. UDFന്റെ വാഗ്ദാനം ഇവിടെ ശരിയായി കഴിയുമ്പോൾ എല്ലാം താഴോട്ട് ശരിയായിക്കോളും ഇല്ലേ? അത് ശരിയാക്കേണ്ട സമയം അതിക്രമിച്ചത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജീവനക്കാരോട് പറഞ്ഞു, UDF വന്നാൽ അതാണ് ഏറ്റവും എഫിഷ്യന്റ്, ദ മോസ്റ്റ് എഫിഷ്യന്റ് സെക്രട്ടേറിയറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അതാണ് നമ്മുടെ വാക്ക്. ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ കിട്ടാത്തവർക്ക് ഇപ്പൊ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇപ്പൊ കിട്ടുമോ? വല്ല പ്രതീക്ഷ എന്താ? അതും എപ്പോഴാ കിട്ടാൻ പോകുന്നത്? UDF അധികാരത്തിൽ വരുമ്പോൾ. അപ്പൊ ഇനി മനസ്സിലുണ്ടാകണം. കൂടെയുള്ള മറ്റവരോടും പറഞ്ഞേക്കണം, കാര്യമൊക്കെ കാര്യം, പുറത്തൊന്നും പറയണ്ട. സംഭവം നമ്മൾ വന്നാലേ ഇത് കാര്യം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ കട്ട പോവുകയാണ്, ഇതിനേക്കാളും മോശമായിരിക്കും അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ വോട്ട് മാത്രമല്ല, ജീവനക്കാരുടെ മുഴുവൻ വോട്ട്. പിന്നെ ഈ മറ്റേ വിദൂഷകന്മാരെ പൊക്കട്ടെ, സംഘടനാ ഭാരവാഹികൾ, അത് കാര്യമില്ല. താഴോട്ടുള്ളവര് അവർ നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങളെ നിർത്താനുള്ള ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. ഞാൻ വളരെ